ഹലോ എവ്രി വൺ. എല്ലാവരും എഫോമേഷൻസ് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? പക്ഷേ എഫോമേഷൻസ് ട്രൈ ചെയ്യും തോറും നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവ് തോട്ട്സ് വരുന്നവരാണോ? എന്നാൽ എഫോമേഷൻസിനെക്കാളും ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്വിച്ച് വേർഡ്സ്. ആൻഡ് എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നറിയില്ല, പക്ഷേ സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്തവർക്ക് കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതിൽ പറഞ്ഞുതരാൻ പോകുന്നത് എന്താണ് സ്വിച്ച് വേർഡ്സ്, നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു ബേസിക് ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ആൻഡ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വളരെയധികം യൂസ്ഫുൾ ആണ് ആൻഡ് ഈസിയാണ്. ഒരു കാര്യം മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ? സോ അതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. എന്താണ് സ്വിച്ച് വേർഡ്, നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് അത് മാക്സിമം യൂസ്ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ പവർഫുൾ സ്വിച്ച് വേർഡ്സും ഞാൻ തരുന്നതായിരിക്കും. സോ അതിനു മുന്നേ ഈ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കാം. സോ എന്താണ് സ്വിച്ച് വേർഡ്സ്? എല്ലാവർക്കും സ്വിച്ച് എന്നുള്ള വേർഡ് പരിചയമായിരിക്കുമല്ലോ. സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നിങ്ങളുടെ റൂമിൽ സ്വിച്ച് ഉണ്ടായിരിക്കും, നിങ്ങളുടെ വീട്ടിൽ സ്വിച്ച് ഉണ്ടായിരിക്കും. സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺ ആയിരിക്കുന്ന സംഭവം ഓഫാക്കുക, അല്ലെങ്കിൽ ഓഫ് ആയിരിക്കുന്ന സംഭവം ഓൺ ആക്കുക. നമുക്ക് എന്താണോ, നമുക്കിപ്പോൾ ലൈറ്റ് ഓൺ ആക്കണം, എനിക്ക് ഫാൻ ഓൺ ആക്കണം, അപ്പോൾ ഫാനിൻ്റെ സ്വിച്ച് ഇട്, ലൈറ്റിൻ്റെ സ്വിച്ച് ഇട് എന്ന് പറയുന്ന പോലെ നമ്മൾ ആഗ്രഹിച്ച ഒരു റിയാലിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പെസിഫിക് വേർഡ്സാണ് സ്വിച്ച് വേർഡ്സ്. സോ സ്വിച്ച് വേർഡ്സ് കണ്ടുപിടിച്ചത് ജെയിംസ് എന്ന് പറഞ്ഞൊരു ഒരാളായിരുന്നു. ആൻഡ് ആളുടെ ഒരു ബുക്കുണ്ട്, ദ സീക്രട്ട് ഓഫ് പെർഫെക്റ്റ് ലിവിങ്. ആൻഡ് അതിൽ എങ്ങനെ ഒരു സിമ്പിൾ വേർഡ്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ആൻഡ് ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയിൽ സബ് കോൺഷ്യസ് മൈൻഡാണ്, ഏകദേശം ഒരു 95% അല്ലേ? സോ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും എനിക്കത് മാറ്റണം എന്നുള്ളത് നമ്മുടെ കോൺഷ്യസ് മൈൻഡായിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കും കൂടുതലും നെഗറ്റീവ് ബിലീവ്സ് ഉണ്ടായിരിക്കാം. അത് ഫിയേഴ്സ് ആയിരിക്കാം, ഡൗട്ട്സ് ആയിരിക്കാം, എല്ലാ ലിമിറ്റിംഗ് ബിലീവ്സ് ഒക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അകപ്പെട്ടിരിക്കുന്നുണ്ടായിരിക്കും. പണ്ട് മുതലേ നമ്മൾ ട്രെയിൻ ചെയ്ത് നെഗറ്റീവായിട്ടുള്ള ബിലീവ്സ്, എനിക്കത് കിട്ടില്ല, ഇത് കിട്ടാൻ വേർത്തി അല്ല എന്നൊക്കെ ഉള്ളൊരു ബിലീവ്സ് സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കും നിറഞ്ഞിരിക്കുന്നുണ്ടാവുക. സോ ദ മൊമെൻറ്റ് ഞാൻ എഫേം ചെയ്യാൻ തുടങ്ങുകയാണ്, ഇപ്പോൾ എനിക്ക് പൈസയാണ് വേണ്ടത്, ഞാൻ എഫേം ചെയ്യാൻ തുടങ്ങുകയാണ്, ഐ ആം വേർത്തി, ഐ ആം വെൽത്തി, അല്ലെങ്കിൽ ഐ ആം മണി മാഗ്നറ്റ് എന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ കോൺഷ്യസ് മൈൻഡ് കൂടുതൽ എന്താ? ലോജിക്കൽ മൈൻഡാണ്. ലോജിക്കൽ മൈൻഡ് പറയും ലോജിക്കൽ മൈൻഡ് കൂടെ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് നിൻ്റെ ബാങ്കിൽ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലല്ലോ, അതിന് നിനക്ക് ജോലിയില്ലല്ലോ, നിനക്കതിനുള്ള കഴിവില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു എഫർമേഷൻ നമ്മുടെ സബ് കോൺഷ്യസിലെത്താൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് എഫർമേഷൻസ് ട്രൈ ചെയ്തിട്ടും ആർക്കും അധികം റിസൾട്ട് കാണാത്തത്. ബിക്കോസ് അവരുടെ പേടികൾ കൂടുതലായിരിക്കും. ശരിയാണ്, എഫർമേഷൻസ് ട്രൈ ചെയ്ത് കിട്ടുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ചിലപ്പോൾ അവർക്ക് ലിമിറ്റിംഗ് ബിലീഫ്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ബിലീഫ് ഭയങ്കര കൂടുതലായിരിക്കും. അവർ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് അവരൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് എഫർമേഷൻസ് വർക്ക് ചെയ്യും. ബട്ട് മേ ബി കുറച്ച് ടൈം കൂടുതലെടുക്കും ആ ലോജിക് മൈൻഡൊക്കെ ഒന്ന് മനസ്സിലാക്കി ഉള്ളിലേക്ക് ആക്സസ് ചെയ്യാൻ. ആൻഡ് സ്വിച്ച് വേർഡ്സ് എന്താ? സബ്ലിമിനൽസ് പോലെ തന്നെ, സബ്ലിമിനൽസ് ഹിഡൻ എഫർമേഷൻസാണ്. അത് ഡയറക്റ്റ് സബ് കോൺഷ്യസിലേക്ക് എത്തും. അതുപോലെ നമുക്ക് കോൺഷ്യസ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വിച്ച് വേർഡ്സ്. ഈ സ്വിച്ച് വേർഡ്സ് നമ്മുടെ സബ് കോൺഷ്യസിൽ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യും. സോ ഇപ്പോൾ സപ്പോസ് എനിക്കിപ്പോൾ മണിയാണ് വേണ്ടത്. സോ മണി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്വിച്ച് വേർഡ് കൗണ്ട് എന്ന് വെച്ചാൽ എന്താ? കൗണ്ട് ചെയ്യുക. സോ ആ ഒരു ഫ്രീക്വൻസി കൊടുക്കുന്നത് എന്താ? പൈസ ഇങ്ങനെ കൗണ്ട് ചെയ്യുക. സോ കുറേ കൗണ്ട് ചെയ്യുക. സോ കൗണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തോറും ഇത് ഡയറക്റ്റ് എൻ്റെ സബ് കോൺഷ്യസിൽ ആക്സസ് ചെയ്ത് സബ് കോൺഷ്യസിന് മനസ്സിലാവും പൈസയാണ്, മണിയാണ് എന്നുള്ള രീതിക്ക് നമുക്ക് മനസ്സിലാവും. സോ അങ്ങനെ നമുക്ക് എഫർമേഷൻസ് പോലെ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് സ്വിച്ച് വേർഡ്സ്. ആൻഡ് ഇത് താഴെ നമ്മൾ വെറുതെ ചെറുതായി കാണണ്ട, ഇങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ചിന്തിക്കേണ്ട, ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും. കാരണം ആ മണി, ആ കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട്, ആ ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ കൗണ്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി കൗണ്ട് ചെയ്യുക. ലവ് ആണെന്നുണ്ടെങ്കിൽ ടുഗദർ, ഒരുമിച്ച് ഉണ്ടാവുക. അതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യും. കാരണം അവിടെ കോൺഷ്യസ് മൈൻഡ് ബ്ലോക്ക് ചെയ്യാനൊന്നുമില്ല. ഞാൻ മണി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കോൺഷ്യസ് മൈൻഡ് ബ്ലോക്ക് ചെയ്യുമായിരുന്നു, നിനക്ക് പൈസ ഇല്ലല്ലോ. കൗണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ ബ്ലോക്ക് ചെയ്യാനുള്ളത്? കൗണ്ട് ചെയ്യുക, പ്രത്യേകിച്ച് ബ്ലോക്ക് ചെയ്യാനില്ല അവിടെ. സോ ഡയറക്റ്റ് നമ്മുടെ സബ് കോൺഷ്യസ് ഇത് ആക്സസ് ചെയ്ത് ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടാക്കും. ആൻഡ് സ്വിച്ച് വേർഡ്സ്
പറഞ്ഞിട്ട് കുറേ പേർക്ക് അതുകൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ്സ് ഞാൻ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ കഴിഞ്ഞ് അധികം വൈകാണ്ട് തന്നെ ഞാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ്സും പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു PDF ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഏറ്റവും നിങ്ങളുടെ ഡെയിലി ലൈഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് വേർഡ്സ്. ഓൾസോ നിങ്ങൾക്ക് ഞാൻ ടാറോ റീഡിങ് വേറൊരു ചാനലിലാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഇതൊരു മാനിഫെസ്റ്റേഷൻ കോച്ചിങ് ആയിട്ട് ഞാൻ കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ്. നിങ്ങൾക്ക് ടാറോ റീഡിങ് കാണണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ടാറോ റീഡിങ്സും ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി എങ്ങനെ നമുക്ക് സ്വിച്ച് വേർഡ്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാം? നമുക്ക് നോർമൽ അഫർമേഷൻസ് പറയുന്ന പോലെ ചാൻറ്റ് ചെയ്യാം, എഴുതാം, ലിസൺ ചെയ്യാം, നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാം, ജേർണലിൽ എഴുതിക്കൊണ്ടിരിക്കാം, അല്ലെങ്കിൽ വാട്ടർ മാനിഫെസ്റ്റേഷൻ, വാട്ടറിൽ നമുക്ക് ചാൻറ്റ് ചെയ്തിട്ട് ഡെയിലി ചെയ്യാം. സോ നമ്മൾ എന്തൊരാഗ്രഹമാണോ അതിനനുസരിച്ചുള്ള സ്വിച്ച് വേർഡ്സ് എടുക്കുക. നമ്മുടെ ഡെയിലി ലൈഫിൽ ഏതൊരു കാര്യത്തിനാണ്, ഇതിപ്പോൾ പെട്ടെന്നൊരു ഏർജൻറ്റ് മാനിഫെസ്റ്റേഷനാണ്, അല്ലെങ്കിൽ മണി മാനിഫെസ്റ്റ് ചെയ്യാനാണ്, ലവ് മാനിഫെസ്റ്റ് ചെയ്യാനാണോ, മാരേജ് മാനിഫെസ്റ്റ് ചെയ്യാനാണോ, എന്തൊരാഗ്രഹത്തിനായാലും ഡെഫിനറ്റ്ലി കുറേ സ്വിച്ച് വേർഡ്സ് ഉണ്ട്. ആൻഡ് അത് നമുക്ക് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതിപ്പോൾ ഒരു 10 minutes ചാൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 108 times ചാൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡെയിലി 21 times ചാൻറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നിങ്ങൾക്ക് കേൾക്കാം. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യാം, ജേർണൽ ചെയ്യാം നിങ്ങളുടെ സ്വിച്ച് വേർഡ്സ്, അല്ലെങ്കിൽ വാട്ടർ ചാൻറ്റ് ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവും, നിങ്ങളുടെ ഏതൊരു ലൈഫ് ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തിനാണോ സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്യുക. അപ്പോൾ അഫർമേഷൻസ് വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്വിച്ച് വേർഡ്സ് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഇറ്റ് വിൽ വർക്ക് ഔട്ട് ഫോർ യു. സോ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് ആൻഡ് എല്ലാവർക്കും എന്താണ് സ്വിച്ച് വേർഡ്സ് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ ഞാൻ പവർഫുൾ സ്വിച്ച് വേർഡ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഡെയിലി റീഡിങ്സിനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.